ഇതിപ്പോ ഫസ്റ്റ് ഇതാണോ വേറെ അല്ല ഞാനിപ്പോൾ വയനാട്ടിലാണ്. വയനാട്ടിൽ നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു സ്ഥലം കണ്ടിങ്ങനെ നിർത്തി നോക്കുകയാണ്. കുറെ യൂക്കാലിൻ്റെ ഇതൊക്കെ ഇങ്ങനെ കൊണ്ടിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടൊന്ന് നോക്കിയതാണ് എന്താ സംഭവം അറിയണം. ഇതാണ് ഇവിടെ യൂക്കാലിൻ്റെ തൈലം, പ്യുവർ തൈലം ഉണ്ടാക്കുന്ന സ്ഥലത്ത് കടങ്ങൾ കൊണ്ടുപോകുന്നത്. ജസ്റ്റ് ഒന്ന് കൺട്രോൾ ചെയ്ത് എങ്ങനെ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് അറിയാം. ഇതെല്ലാം ശരിക്കും ഇതേപോലെ കോതിയെടുത്ത് ക്ലിയർ ആക്കി ഇല മാത്രം സെപ്പറേറ്റ് ആക്കി എടുക്കണം. അപ്പോഴേ എന്താവുള്ളൂ, ഇത് ക്ലിയർ ആവുള്ളൂ. ഇതിന് തന്നെ ഇഷ്ടംപോലെ പണിക്കാരുണ്ട്. ഇത് ചവിട്ടി അമർത്തും. അമർത്തിയതിനു ശേഷം ഇത് മൈക്ക് കുഴപ്പമില്ലല്ലോ. ഇതിങ്ങനെ ഓരോ ലെയറായിട്ട് പിന്നെ ഇട്ട് ദമ്മാക്കി മൂടിയ ഏറെ പുറത്ത് പോകാതെ. ഇതിങ്ങനെ ചവിട്ടണ എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇപ്പൊ പറിച്ചില്ലേ, ഈ ഓരോ ലെയറായിട്ട് കിട്ടാൻ വേണ്ടിട്ടാ. എടുത്ത് കളയാൻ എടുത്ത് കളയാം. ഇത് കറക്റ്റ് ഇപ്പൊ ഒരു ലെയറായിട്ട് കിട്ടും ഞങ്ങൾ കൊത്തുമ്പോ. കുറെ പണിയുണ്ടല്ലേ ഇത് കൊണ്ടുവന്ന് എടുത്ത് അല്ലേ? പണിയല്ല പണിയാണ്. യൂക്കാലിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പണി കൂടുതലാണ്. വേറെ യൂക്കാലി അല്ല, വേറെ ഒന്നുമില്ല. ഇവിടെ ഫുള്ള് വയനാട്ടിൽ യൂക്കാലി തന്നെ കൂടുതൽ. മൊത്തം എത്ര ലെയർ അതിലിടുന്നത്? 3 ഇത് 4 ലെയർ. 4 ലെയർ. ഈ 4 ലെയർ ഇട്ട് വാറ്റിയിട്ട് ഇപ്പൊ 2 ലിറ്ററേ കിട്ടുള്ളൂ. അത്രേ കിട്ടുള്ളൂ. പിന്നെ വേസ്റ്റ് പിന്നെ എന്താ ചെയ്യാ? വേസ്റ്റ് നമ്മള് ഈ ഇഞ്ചിക്ക് മുകളിൽ വെക്കാൻ വേണ്ടിട്ട് പോകുന്ന ശരിയാണ്. തോലായിട്ട് ചപ്പ് വെക്കൂല, ഇഞ്ചിക്ക് ചപ്പ് വെക്കും. അതിന് പോകുന്നു. ശരിയാണ്. എല്ലാ കൊല്ലവും വന്നാ ഇപ്പൊ പോക്ക് കുറവാ. ഇതിപ്പോ ഉണക്ക് വെയിലായിട്ടേ ഉണക്ക് ലേസം ജാസ്തി. ഉണക്ക് ജാസ്തി ആകുമ്പോ തൈലം കുറയോ? തൈലം ഒന്നുകൂടി കുറയില്ലേ? പിന്നെ ഓവർ പച്ചയിലും തൈലം കുറയും. ഒരു മേടിയം മോഡല്. 2 ലെയർ കഴിഞ്ഞു. 2 ലെയർ ഇതേപോലെ 2 കൂടി. ഇത്രയും 4 ലെയർ ഇത്രയും നിറച്ചിട്ട് നമുക്ക് 2 ലിറ്റർ ഓയിൽ കിട്ടില്ല. ആദ്യമൊക്കെ ഇത് 4 കിലോ കിട്ടിയില്ല. എന്തോ കേട് പിടിച്ചതിന് ശേഷമാണ് ഇങ്ങനെ. ഇത് സജിതല്ല, ഇപ്പൊ അവിടെ അല്ല. അതിൽ 3 ലെയർ ആണ്. ലെയർ കണക്കാണ്. ലെയർ ഇട്ട് ഇനി ഒന്നും കൂടി ഇടുന്ന അവർ പറയുന്നത്. ഇത് അവസാനത്തെ ലെയറാണ്, 4ാമത്തെ ലെയറാണ് ഇതിലേക്ക് വെക്കുന്നത്. ഇത്രയും വെച്ചതിന് ശേഷം ഇനി ഇത് പ്രസ് ചെയ്ത് ശരിക്കും അമർത്തി മൂടി ഒരു എയർ പോലെ പുറത്ത് വരാതാണ് ഇത് വാറ്റിയെടുക്കണം. യൂക്കാലി തൈലം, ഫേമസ് തൈലം. ഇത് മാർക്കറ്റ് ശരിക്കും എന്ത് വരണ്ടേ? മാർക്കറ്റില് 1400 രൂപ ലിറ്ററിനല്ല കിലോന്. കിലോക്ക് 1400 രൂപ. നമ്മള് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ജലദോഷം അറിയുമ്പോ എന്താ പണി കഴിക്കും. നമ്മള് യൂക്കാലി അപ്പൊ അവര് പറയാ എന്തിനാണ് നിങ്ങൾ അവിടുന്ന് ആവി പിടിച്ചാൽ മതിയല്ലോ. അപ്പൊ ഡോക്ടർമാരെന്നെ പറയും നിങ്ങളത് അതിനെ വർക്കായതുകൊണ്ട് നമുക്ക് തേക്കുന്നില്ല.
പിന്നെ അത് ഒരുപാട് മെഡിസിന്, ഫെനോയില്, മെഡിസിനൊക്കെ പോകുന്നുണ്ട് ഫസ്റ്റ് ക്വാളിറ്റി. ഇത് തരം തിരിക്കും, 20 ഐറ്റംസ് ആയിട്ട് തരം തിരിക്കുന്നു. 4 ലെയർ ഇട്ട് കഴിഞ്ഞു. ഇനി ഇത് അടക്കുകയാണ്. ഇനി ചളിയൊക്കെ തേച്ച്, ചളി ഒരു എയർ പോകാതെ കാണിക്കും, എയർ ലീക്ക് ആവാം. സൈഡിലൊക്കെ ചളി തേച്ച് അമർത്തി പിടിക്കുന്നത്. മണ്ണ് മൂപ്പര് അവിടെ ഉണ്ടായിരുന്നോ? ഇനിത് അടക്കാണ്. അവിടെ ഉണ്ട് തോന്നുന്നു, വീട്ടിലുണ്ട് തോന്നുന്നു. ഇത് ക്ലോസ് ചെയ്തു. എത്ര ടൈം എടുക്കും നിങ്ങൾക്ക്? 1 മണിക്കൂർ. 1 മണിക്കൂർ കഴിഞ്ഞല്ലേ? അതൊക്കെ അതിൽ പെട്ട തന്നെടാ. കത്തിച്ച് അത് ഹീറ്റ് ആയിട്ട് വാർപ്പൂട്ട് ആർക്ക് അങ്ങനത്തെ മതിയോ? ആവണ്ണം മതി. കണ്ട തൈലം ഉണ്ടാക്കും. അപ്പൊ ഇതിന്റെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഓയിൽ വരുന്നത് കാണാം, ഒറിജിനൽ തൈലം വരുന്നത് കാണാം. സ്റ്റാർട്ടിങ് ഇപ്പൊ വരാൻ തുടങ്ങി. നല്ല സ്മെല്ലുണ്ടല്ലോ. ഇതാണ് ഈ ഇവിടെ വരുമ്പോ ഇതിപ്പോ തൈലം മാത്രല്ല, വെള്ളം തൈലം പാടെ വരും. അത് വെള്ളത്തിന്റെ മുകളിലാണ്. അത് അതിലിങ്ങനെ വരുന്നുണ്ട്, ഒരു പാട വരുന്നുണ്ട്. ഒഴിച്ചു പോണ വെള്ളം മാത്രമല്ല, അത് വെള്ളം മാത്രം, പുറത്തു പോണ വെള്ളം മാത്രം. അത് മാത്രം. ഇതിപ്പോ ഫസ്റ്റ് തൈലം ഇതുണ്ടോ, തൈലം വേറെ മുകളിൽ. തൈലം അങ്ങനെ മുകളിൽ, അടിയിൽ വെള്ളം. ഇതിലിങ്ങനെ കാണാണ്ടോ ഓരോ അടുക്കായി വരുന്നുണ്ട്. മുകളിലുള്ള മാത്രമാണ്, ആ മട്ടിന്റെ മുകളിലേക്ക് ആണ് തൈലം വരുന്നത്. നമുക്ക് 2 ലിറ്റർ 2 ലിറ്റർ ആയിട്ടുള്ളൂ. ഇത് ഓരോ അതിൽ വരുന്ന വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അത് ഏകദേശം ഒരു ഇത്ര വരെ തൈലം കൊള്ളു ഈ ലെവലില്. അടിഭാഗത്ത് വെള്ളം അടിയിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ കൂടെ തൈലം പോകും. അതിന്